പഴയ കാലത്ത് ആളുകൾ വസ്ത്രം വാങ്ങുന്നതും ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങുന്നതും അതിന് കേട് സംഭവിച്ചതിന് ശേഷമായിരുന്നു. ഇന്ന് വ്യത്യാസമുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചയിലെ നമ്മെ മനോഹരമായി അവതരിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. പുരുഷന്മാർ ധരിക്കുന്ന ഷർട്ടിന് ചേരുന്ന മുണ്ട്, അതിന് ചേരുന്ന ചെരുപ്പ്. സ്ത്രീകൾ മോശമല്ല. സാരിക്ക് ചേരുന്ന കമ്മല്, കമ്മലിന് ചേരുന്ന വള, വളയ്ക്കും സാരിക്കും കമ്മലിനും ഒക്കെ ചേരുന്ന പാദരക്ഷ, ബാഗ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നാം നമ്മെ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് തെറ്റല്ല. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ആദ്യമേ നല്ല ഒരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ വേഷവിധാനം സഹായിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം മറ്റുള്ളവരുടെ അംഗീകാരം നമുക്ക് ലഭിക്കുമോ? എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും കിട്ടണമെന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ്. അതിന് വേണ്ടത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നല്ല പെരുമാറ്റ ശൈലി നാം പഠിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണാണ് നാം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്ന്. അത് നാം ബോധപൂർവം വികസിപ്പിച്ചെടുക്കേണ്ടതുമാണ്. മഹാഭാരത കഥയിലെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ദുര്യോധനന് ഒരു പരാതി ഉണ്ടായിരുന്നു. പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഗുരുവായ ദ്രോണര് പോലും ഒരു ഇഷ്ടക്കൂടുതൽ ധർമ്മപുത്രരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പരാതി അദ്ദേഹം നേരിട്ട് ദ്രോണരുടെ അടുത്ത് തന്നെ പറഞ്ഞു. ദ്രോണര് അതിന് തിരിച്ച് മറുപടി പറയുകയല്ല ചെയ്തത്. പകരം ഒരു പരീക്ഷണം നടത്തുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രണ്ടുപേരെയും ദ്രോണര് വിളിച്ചു. രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്ത ജോലികൾ കൊടുത്തു. അതായത് രണ്ടുപേരും നഗരത്തിൽ പോകണം, 2 ആളുകളെ കൂട്ടിക്കൊണ്ടുവരണം. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുധിഷ്ഠിരൻ കൂട്ടിക്കൊണ്ടുവരേണ്ടത് ആ നഗരത്തിലെ ഏറ്റവും മോശം വ്യക്തിത്വത്തെയാണ്, ഒന്നിനും കൊള്ളാത്ത ഒരാളെയാണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ദുര്യോധനൻ കൂട്ടിക്കൊണ്ടുവരേണ്ടത് ഏറ്റവും മികച്ച ആളെയാണ്. രണ്ടുപേരും അതിനുവേണ്ടി നഗരത്തിൽ പോയി വൈകുന്നേരം വരെ അവരെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അതിനുശേഷം അവർ മടങ്ങിയെത്തിയത് വെറും കൈയുമായിട്ടാണ്. രണ്ടുപേർക്കും ആരെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ പറഞ്ഞ കാരണം, ഞാൻ നഗരത്തിലെല്ലാം തെരഞ്ഞു, എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. ഏറ്റവും അവസാനം ഞാൻ യാചകരുടെ അടുത്ത് പോയി. ഈ യാചകർ ഒന്നിനും ഒരു കഴിവുമില്ലാത്തവരാണല്ലോ, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പൊ അവരെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വെച്ച് ചെന്നപ്പോൾ അവർക്ക് പല തരത്തിലുള്ള ഗുണങ്ങളാണ് എനിക്ക് കാണാൻ പറ്റിയത്. ചിലര് നന്നായിട്ട് പാടും, ചിലര് നന്നായിട്ട് സംസാരിക്കും, ചിലര് നന്നായിട്ട് സ്നേഹിക്കും. അതുകൊണ്ട് എനിക്ക് മോശം ഉള്ള ഒരു വ്യക്തിയെയും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നാണ് യുധിഷ്ഠിരൻ മടങ്ങി വന്ന് പറഞ്ഞ മറുപടി. നേരെ തിരിച്ച് ദുര്യോധനൻ ആരെയും കൂട്ടിക്കൊണ്ടുവന്നില്ല. അതിന് ദുര്യോധനൻ പറഞ്ഞ കാരണം, ഞാൻ ഓരോ മനുഷ്യരെ കണ്ടപ്പോഴും അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ചിന്തിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കുറവുകളാണ് ഞാൻ കാണുന്നത്, അവരുടെ പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കും ആരെയും കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഈ കഥ നൽകുന്ന ഗുണപാഠം എന്താണ്? എന്തുകൊണ്ടാണ് യുധിഷ്ഠിരനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അവിടെ ദുര്യോധനന് വ്യക്തമായി. അത് ദ്രോണര് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം യുധിഷ്ഠിരൻ എല്ലാ മനുഷ്യരിലും നന്മയാണ് കാണുന്നത്. അങ്ങനെ നന്മ കാണുന്ന ആൾക്കാരെ സ്വാഭാവികമായി എല്ലാവരും ഇഷ്ടപ്പെടും. നേരെ തിരിച്ച് എല്ലാവരിലും തിന്മ കാണുന്ന, എല്ലാവരിലും കുറവ് കാണുന്ന വ്യക്തികളെ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? അവഗണിക്കും, ഒഴിവാക്കും. നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് ഈ ദുര്യോധനന്റെ പോലെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ്. ഞാൻ മാത്രമാണ് മിടുക്കൻ, എല്ലാത്തിനും കേമൻ ഞാനാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മറ്റു മനുഷ്യരെ എല്ലാം നമ്മളെക്കാൾ വളരെ എന്തോ കുറവ് സംഭവിച്ച ആൾക്കാരായിട്ടാണ് തോന്നുക. അപ്പോൾ നമുക്ക് അവർക്ക് ശരിയായിട്ടുള്ള ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, അവർക്ക് ശരിയായിട്ടുള്ള സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബഹുമാനവും സ്നേഹവും മറ്റു മനുഷ്യർക്ക് നാം എങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ ഏറ്റവും ആദ്യം നാം പരിശ്രമിക്കേണ്ട കാര്യം മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരുടെ കഴിവുകൾ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പൊതുവെ എല്ലാവർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ. പക്ഷേ നമുക്ക് പലപ്പോഴും ആൾക്കാരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ മറ്റു മനുഷ്യരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. കാരണം കുശുമ്പും അസൂയയും ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ മറ്റു മനുഷ്യരെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് മറ്റ് ആളുകളുടെ സ്നേഹവും പരിഗണനയും കിട്ടണമെങ്കിൽ അത്തരമുള്ള ഒരു മനസ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. നമ്മൾ മാത്രം വിജയിച്ചാൽ പോരാ, എല്ലാ ആളുകളും വിജയിക്കണം. അടുത്തതായിട്ട് മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആളുകൾ ആരും തന്നെ സഹാനുഭൂതി ഇഷ്ടപ്പെടുന്നില്ല. നാം ആൾക്കാരോട് കാണിക്കേണ്ടത് തന്മയീഭാവമാണ്. അതായത് സിമ്പതി അല്ല ആവശ്യം, എമ്പതിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് രോഗം വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായാലും, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായാലും, മക്കളില്ലാത്ത പുത്രദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായാലും അവരെല്ലാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സമൂഹം അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയാണ്.
അവരോട് കാണിക്കുന്ന ദയയാണ്. അതാരും ഇഷ്ടപ്പെടുന്നില്ല. വിഷമമുള്ള ആൾക്കാർക്ക്, ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവരെ മനസ്സിലാക്കുന്ന ആൾക്കാരെയാണ് ആവശ്യം. നമ്മളോടൊരു വ്യക്തി ഒരു ദുഃഖം പറയുന്നത് പോലും ശരിക്കും അതിനൊരു പരിഹാരം നാം പറഞ്ഞു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അവർക്ക് അത് പറയാൻ, അവരെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെയാണ് അവർ തേടുന്നത്. അപ്പോൾ നമുക്ക് തുല്യമായിട്ട് മറ്റു മനുഷ്യരെ കാണാനുള്ളൊരു മനസ്സാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമുക്ക് സഹാനുഭൂതി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മറ്റു മനുഷ്യരെ നാം കുറച്ച് കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് തുല്യമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് സഹാനുഭൂതിയല്ല, പകരം തന്മയീഭാവമാണ്, എമ്പതിയാണ് വരുന്നത്. ഈ 3 കാര്യങ്ങൾ, ലളിതമായ ഈ 3 കാര്യങ്ങൾ നാം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും സൂര്യനെ പോലെ തിളങ്ങുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് ഏതൊരു സാധാരണക്കാരനും മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുകയും ചെയ്യും.